ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്ന സീക്രട്ടായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്നൊക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത്? കറന്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ്. ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, കൂടുതൽ പേരും ഈ ഒരു സമയത്തൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലോ ആണ് എന്ന് കാണുന്നുണ്ട്. ഈ വ്യക്തി മനസ്സിലാക്കുന്നു, ഈ വ്യക്തിയുടെ ലൈഫിൽ എന്നാണോ നിങ്ങൾ വന്ന് ചേർന്നത് ആ ഒരു നിമിഷത്തിലാണ് അവരുടെ ലൈഫിൽ ഒരു കംപ്ലീറ്റ് ബാലൻസ് ഉണ്ടായിട്ടുള്ളത്. അതുവരെയും ആ വ്യക്തിയുടെ ലൈഫിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. അവരുടെ ലൈഫിന് തന്നെ ഒരു അർത്ഥമുണ്ടായത് നിങ്ങളുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനു വേണ്ടിയും നിങ്ങളെ അവർ കൈവിട്ട് കളയാൻ ആഗ്രഹിക്കുകയില്ല. അതുപോലെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഓരോ തവണയും അവർ നിങ്ങളുടെ അരികിൽ വരാൻ ശ്രമിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അവർ പരാജയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഈ വ്യക്തിയെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഈ വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ വ്യക്തി മേ ബി സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് കാണുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നു. അതായത് ഈ വ്യക്തി ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ വ്യക്തിക്ക് യാതൊരുവിധ സങ്കടവുമില്ല, നിരാശയുമില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങളുടെ തന്നെ ഒരു തെറ്റിദ്ധാരണയാണ്. ഈ വ്യക്തി ജീവിതത്തിൽ തന്നെ പരാജയപ്പെട്ടു പോയി. എല്ലാ കാര്യത്തിലും എല്ലാ വിധത്തിലും അവർ എല്ലാം മിസ് ചെയ്യുന്ന പോലെ ലോസ് ഫീലിങ്ങിലാണ് ഉള്ളത് ഈ ഒരു സമയത്ത്. അത്രയും ലോ ആയിട്ടുള്ള ഒരു എനർജി വൈബ്രേഷനിലാണ് ഈ വ്യക്തി ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. മീൻസ് അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ, അട്രാക്റ്റ് ചെയ്തെടുക്കാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ കാണുന്നുണ്ട്. അവരെപ്പോഴും നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അവർക്ക് വലിയ പ്രതീക്ഷകളാണുള്ളത് എന്നായാലും നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ളതിൽ. അതുകൊണ്ട് തന്നെ ആ വ്യക്തി എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, അവരുടെ ഹൃദയത്തിൽ എത്രത്തോളം ഒരു സ്ഥാനമാണ് നിങ്ങൾക്കുള്ളത് എന്നെല്ലാം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും സീക്രട്ടാക്കി വെക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ വന്ന് അവരുടെ പ്രണയം തുറന്നു പറയാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല. മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും അവരുടെ ഉള്ളിൽ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയമുണ്ട് നിങ്ങൾക്കായിട്ട് എന്ന് ആ വ്യക്തി തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. അത്രയ്ക്കും എക്സ്പ്രസീവ് അല്ല. പല കാര്യങ്ങളും പല ഫീലിങ്സും അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് പോലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലും ഈ കാര്യങ്ങളെല്ലാം തിരിഞ്ഞ് വന്ന്, അല്ലെങ്കിൽ ബാക്ക് ടു നോർമൽ ആകുക, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുക, ഓക്കെ, എല്ലാം ഒന്ന് റീക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്.
ഓക്കെ. ഇപ്പോൾ ഈ വ്യക്തിക്ക് എന്താണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നറിയാൻ കഴിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു റീക്രിയേഷനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള റീയൂണിയനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. മേ ബി ഈ വ്യക്തി നിങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ആയി പോയ സമയത്ത് നിങ്ങളോട് യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി ശ്രമിച്ചിരുന്നില്ല. അവർ ചിലപ്പോൾ അവരുടെ ലൈഫിലേക്കോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പ്രോബ്ലംസിലേക്ക് അവർ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടാവാം. ആ സമയത്ത് നിങ്ങൾ ആ വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, ചേസ് ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഈ വ്യക്തി നിങ്ങളെ പരിഗണിച്ചിട്ടില്ല. എപ്പോഴും നിങ്ങൾക്കൊരു അവഗണന നൽകേണ്ടതായിട്ട് ഫോഴ്സ്ഫുള്ളി അങ്ങനൊരു സാഹചര്യത്തിൽ ആ വ്യക്തി എത്തിച്ചേരേണ്ടി വന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങൾക്കും അത്രയും ഒരു സഫറിങ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളും ഇപ്പോൾ യാതൊരു ആക്ഷനും എടുക്കാണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സൈലൻ്റ് ആയിട്ട് നിങ്ങളും സഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ എനർജീസും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. മേ ബി ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് ലെസൺസ് നൽകിയിട്ടുണ്ട്. ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ പ്രണയം നിങ്ങൾക്കും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കും ഒരു അവയർനെസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അവർ നിങ്ങളിൽ നിന്നും സീക്രട്ടായിട്ട് വയ്ക്കുന്ന ഫീലിങ്സ് എന്തൊക്കെയാണ്? ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ്. ഓക്കെ. ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ്. ഓക്കെ. അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. മേ ബി അവരുടെ ഡ്രീംസിൽ ഉണ്ടായിരുന്നൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ. നിങ്ങളെ അവരുടെ ഒരു പെർഫെക്റ്റ് ലൈഫ് പാർട്ട്ണറായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർക്ക് എല്ലാം നേടിയെടുത്തതായിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തിരുന്നത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളിലാണ്. ഓക്കെ. അവർ നേടിയിട്ടുള്ള മറ്റൊരു കാര്യങ്ങളും നിങ്ങൾക്ക് പകരമാവില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് ഒരു സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഏകാന്തത അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് അവർക്ക് ഒരുപാട്, അതായത് നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്തതിൽ അവർ അത്രത്തോളം ഒരു ഡിപ്രഷനിലാണ് പോകുന്നത് എന്ന് കാണുന്നുണ്ട്. യെസ്, അവർ ഒരുപാട് ആഗ്രഹിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ. ആൻഡ് മേ ബി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മൂവ് ഓൺ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാം. ഓക്കെ. പക്ഷെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഈ വ്യക്തിയെ വിട്ടു പോകാൻ കഴിയില്ല. പരസ്പരം അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. ഒരാൾ മറ്റൊരാളെ വിട്ട് പിരിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി പോകാനോ കഴിയില്ല. മൂവ് ഓൺ ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ആ നിമിഷം മുതൽ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി ആ ഒരു സമയം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പലതവണ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോകാം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് അവഗണിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് പോവാം എന്നൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, കൂടുതൽ പേരും ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എനർജിയിലുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പരസ്പരം മറക്കാൻ കഴിയാതെ ഈ ഒരു സിറ്റുവേഷനിലുള്ളത്. ഓക്കെ. യെസ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ശക്തമായിട്ടാണോ ആ വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയത്, അതിനേക്കാളേറെ ശക്തമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പോസിറ്റീവ് എനർജി ഇത്രയും നാളും നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റിവിറ്റി തന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലൊന്നും നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു നിമിഷം മുതൽ ആ ഒരു സാഹചര്യത്തിൽ മാറ്റമാണ് കാണുന്നത്. ഈ വ്യക്തി ശക്തമായിട്ട് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്? മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്? വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ. എന്ത് സാഹചര്യം ഇപ്പോൾ ഉണ്ടായാലും നിങ്ങളെ അവർ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങളെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും ഈ വ്യക്തി തയ്യാറാണ്.
എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളെ നഷ്ടമായത് മുതൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടുപോയ നിമിഷം മുതൽ ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി. അത്രയും ഒരു ലോസ് ഫീലിംഗ് ആ വ്യക്തിയിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. യെസ്, മൂവ്മെൻറ്റ്, ചോയ്സസ്, ഡിസിഷൻസ്. ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഒരു ചോയ്സ് എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒത്തിരി ഓപ്ഷൻസ് ആ വ്യക്തിയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് ഓൾറെഡി. അതുപോലെ തന്നെ ആ വ്യക്തി ഒരു സമയത്ത് നിങ്ങളെ ഫേവർ ചെയ്ത് തന്നെ ഒരു തീരുമാനം എടുക്കണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടാവാം. കാരണം ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാനാവില്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നു. ഓക്കെ, പക്ഷേ പല സമയത്തും അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിലും അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ, ഇനിയും അവർക്കൊരു ചാൻസ് കൂടി നിങ്ങൾ നൽകുമോ എന്നെല്ലാം ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെല്ലാം ആ വ്യക്തിയിൽ ചിന്തകൾ ഉണ്ടാവുന്നുണ്ട്. എങ്കിലും ഏത് സാഹചര്യത്തിലും ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് എത്ര നാൾ വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതും. ഓക്കെ, യെസ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വ്യക്തിയെ കാണുന്നില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റിലില്ല എങ്കിൽ പോലും ഒരു ഷാഡോ പോലെ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ തന്നെ ഈ വ്യക്തിയുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളിലൂടെ സീക്രട്ടായിട്ട് മറ്റ് വ്യക്തികളിലൂടെയൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ ഈ വ്യക്തി അറിയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ട്, നിങ്ങളുടെ ആ വേദന മനസ്സിലാക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം അത്രമാത്രമാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്. ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, letter T, healer, and November month, സ്പിരിച്വൽ പാത്ത്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം. ലെറ്റർ വി, സെൽഫ് എംപ്ലോയി. 11 ഏഞ്ചൽ നമ്പറാണ്. നമ്പർ 20, ഒക്ടോബർ മന്ത്, ദിസ് മന്ത്. ഓക്കെ, 17, ലെറ്റർ ബി, വൈറ്റ് കളർ. ക്രേസ് ഓൺ വെഹിക്കിൾസ്, ചില വാഹനങ്ങളോട് ക്രേസ് ഉണ്ട്. ടുഡേ, ഇന്നത്തെ ദിവസം. 25, 27, നമ്പർ 2, ഒക്ടോബർ മന്ത്. ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം. ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ടാവാം, ചാരിറ്റി ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവാം, ബ്ലൂ കളറ് ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവാം. ലെറ്റർ ജി, ഈഗോ. നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ജൂലൈ മന്ത്. ആൻഡ് 14, നമ്പർ 10, ലെറ്റർ കെ, ടോക്കറ്റീവ്. ഏപ്രിൽ മന്ത്. 22, ഹിയറിംഗ് ഇഷ്യൂസ്. ഓക്കെ, നമ്പർ 6, ലെറ്റർ സി, ഐസ്. കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട്. മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളായിരിക്കാം. 27, പർപ്പിൾ കളർ. ടീച്ചർ ആയിരിക്കാം. മെയ് മന്ത്. 22, ആൻഡ് ഫൈനലി ലെറ്റർ ബി. ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്തോളൂ, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.